എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ എഡിറ്റിംഗ് ഒന്നുമല്ല. നമ്മളിപ്പം ആഫ്റ്റർ എഫക്റ്റിലൊക്കെ എഡിറ്റ് ചെയ്ത വീഡിയോസ് ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പം ഇപ്പോൾ ഒരു 30 സെക്കൻഡുള്ള വീഡിയോ തന്നെ അത് എക്സ്പോർട്ട് ചെയ്യുമ്പം നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി എല്ലാം സംഭവം ഇട്ട് ലോസ്ലെസ് അതെല്ലാം ഇട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പം ഒരു മിനിമം ഒരു 9-10 GB എങ്കിലും ആ വീഡിയോ കാണും. ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് എം ബി സൈസ് കുറച്ച് നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. മീഡിയ എൻകോഡറൊക്കെ വെച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ മീഡിയ എൻകോഡർ ചിലപ്പം ചില ആഫ്റ്റർ എഫക്റ്റിൻ്റെ സോഫ്റ്റ്വെയർ ഈ വെർഷനിലൊന്നും വർക്കിംഗ് അല്ല. അതുപോലെ ക്രാക്ക്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലൊന്നും ചില മീഡിയ എൻകോഡർ വർക്കിംഗ് ആവുന്നില്ല. അപ്പം നമുക്കതെങ്ങനെ വേറെ രീതിയിൽ എളുപ്പത്തിൽ നമ്മൾ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ അതിനെ എക്സ്പോർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇപ്പോൾ നമ്മളിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു പഴയ യൂട്യൂബ് വീഡിയോ ആണ്. യൂട്യൂബിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇതിൽ നിന്ന് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ റെൻഡർ ക്യൂ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതൊരു ഒരു 50 GB ഒക്കെ കാണും. ഇതിപ്പോൾ നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റി തന്നെ നമുക്ക് MB സൈസ് കുറച്ച് നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് എടുക്കാമെന്നാണ് ഞാൻ ഇതിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിനെ നമ്മൾ ആദ്യം ഈ ഫയലിൽ പോയിട്ട് എക്സ്പോർട്ടിൽ പോയിട്ട് അവിടെ തന്നെ എക്സ്പോർട്ട് അഡോബ് പ്രീമിയർ പ്രോ പ്രൊജക്റ്റ് എന്നാണ്, അത് നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ എവിടെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞു വരും. അത് നമ്മൾ പാത്ത് നോക്കി വയ്ക്കണം. പിന്നെ നമ്മൾ ഒരു പേര് ഏത് എക്സ്പോർട്ട് ഞാൻ അടിച്ച് സേവ് ചെയ്യണം. ഇപ്പം എന്തെങ്കിലും പേരടിച്ച് സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ പോകേണ്ടത് നമ്മുടെ പ്രീമിയർ പ്രോയിലോട്ടാണ്. ഓപ്പൺ പ്രൊജക്റ്റ് അടിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് വെച്ച പ്രൊജക്റ്റ് അവിടെ കാണും. അത് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാണ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പം എക്സ്പോർട്ട് എന്ന് പറയുന്ന പ്രൊജക്റ്റ് കിടപ്പുണ്ട്. അപ്പം അത് നമ്മൾ സെലക്ട് ചെയ്യുക, അതിനെ ഓപ്പൺ ചെയ്യുക. അപ്പം നമ്മൾ ആ ഫയൽസ് മൊത്തവും ലൈനിലോട്ട് എക്സ്പോർട്ട് ആവുന്നതായിരിക്കും. നമ്മൾ ഈ സീക്വൻസ് എടുത്തിട്ട് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ നമ്മുടെ സീക്വൻസ് ഡബിൾ ടാപ്പ് ചെയ്തപ്പോൾ നമ്മുടെ ഫയൽ നമ്മളുടെ ടൈം ലൈനിലോട്ട് അപ്ലൈ ആയിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി നമുക്കിതിനെ ഇതിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തന്നെ മുകളിൽ നോക്കുമ്പോൾ ഇമ്പോർട്ട് കാണും, എഡിറ്റ് ആണ്, എക്സ്പോർട്ട് കാണും. അപ്പം ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഫയൽസ് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അല്ല, എഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ഇൻ്റർഫേസാണ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഇൻ്റർഫേസിലോട്ട് പോകും. അപ്പം നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫയൽ നെയിം കാണാം. ഫയൽ നെയിം നമുക്ക് ഇഷ്ടമുള്ള ഫയൽ നെയിം നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വീഡിയോ 1 എന്ന് കൊടുക്കുകയാണ്. അതേപോലെ ലൊക്കേഷൻ, പിന്നെ നമുക്കവിടെ വീഡിയോ കുറച്ച് സെറ്റിങ്സ് മാറ്റണം. ഇതിൽ മോർ അടിച്ച് കഴിയുമ്പം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം റെൻഡർ ആൻഡ് മാക്സിമം ഡെപ്ത് ഉണ്ട്, അത് നമ്മൾ എനേബിൾ ചെയ്യുക. അതേപോലെ യൂസ് മാക്സിമം റെൻഡർ ക്വാളിറ്റി, അത് എനേബിൾ ചെയ്യുക. പിന്നെ ഒപ്റ്റിക്കൽ ഫ്ലോ കൊടുക്കുക. പിന്നെ താഴോട്ട് പോകുമ്പോൾ അവിടെ കാണാം ടാർഗറ്റ് ബിറ്റ് റേറ്റ്, അതാണ് നമ്മൾ ഫയലിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പം നമ്മളതിന് ഒരു 30 സെക്കൻഡ് വീഡിയോ ഒക്കെ ആണെങ്കിൽ നമുക്കത് 3 ബിറ്റ് റേറ്റിൽ കൊടുക്കാം. ഇതിപ്പം 10 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട്, അത് നമ്മളൊരു 10 സൈസിൽ കൊടുക്കുകയാണ്, 10-9 സൈസിൽ കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ 782 ഉള്ളൂ സൈസ് നോക്കുമ്പം. ഇനി നമുക്ക് നേരെ ചെന്ന് ഈ ഫയലിനെ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് താഴെ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ അടുത്ത് ബ്ലൂ കളറിൽ എക്സ്പോർട്ട് എന്നാണ്. എക്സ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഫയൽ ഇതിലോട്ട് എക്സ്പോർട്ട് ആവുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മളെ ഫയലിലൂടെ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈ ചുവന്ന കളറിൽ കാണുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ അതിൻ്റെ ഓഡിയോ ഫയൽസ് റിമൂവ് ചെയ്തുകൊണ്ടാണ് അത് റെഡ് കളറിൽ കാണുന്നത്. ഇത് നമുക്ക് പ്രീമിയർ പ്രോ പ്രൊജക്റ്റിൽ പോയി നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം 363 MB ആയിട്ടുള്ളൂ. കാരണം കുറച്ച് ഓഡിയോ ഫയൽസ് റിമൂവ് ആയി പോയതുകൊണ്ടാണ് അത് 353 MB ഇതിപ്പം നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി നോക്കുമ്പോൾ തന്നെ അറിയാം അവിടെ ഈ ക്ലാരിറ്റിക്ക് വേറെ കുറവൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതേപോലെ ഞാൻ ഇതിന് മുമ്പേ ഒരു ആഫ്റ്റർ എഫക്റ്റിൻ്റെ ഒരു മോഷൻ ട്രാക്കിങ്ങിൻ്റെ ഫേസ് ട്രാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കയറി കാണാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടിരുന്ന അടുത്ത് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവരും ബൈ.